അതൊരു സൂപ്പർ മാർക്കറ്റാണ്. മഴ പെയ്യുന്നു. എല്ലാവരും ഒരു വശത്ത് മാറിയിരുന്ന കഥകൾ പറയുകയാണ്. ഈ സമയത്ത് ഒരു കാർ വന്നു നിൽക്കുന്നു. അതാരും നോക്കുന്നില്ല. എന്നാൽ ഒരു പയ്യൻ അത് കാണുന്നു. മഴ പെയ്യുന്നത് കൊണ്ട് കാറിൽ വരുന്ന വ്യക്തിക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. ആ പയ്യൻ വേഗത്തിൽ കുടയുമെടുത്ത് ഓടിച്ചെന്ന് ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ട് കടന്നു വരുന്നു. മേഡം, നിങ്ങളുടെ കയ്യിലുള്ളതായ സാധനങ്ങളുടെ ലിസ്റ്റ് എനിക്ക് തരിക. ഞാൻ വേഗത്തിൽ പോയി എടുത്തുകൊണ്ടുവരാം. ഞാൻ തന്നെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവരാം. അതുകൊണ്ട് മേഡം ഇവിടെ ഇരുന്ന് വിശ്രമിക്കുക. അവർ അതിശയിച്ചുപോയി. ആദ്യമായിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഇങ്ങനെയൊരു അനുഭവം. ആ പയ്യൻ വേഗത്തിൽ ചെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. സാധനങ്ങളെല്ലാം ട്രോളിയിലാക്കി അവസാനം ബില്ലും അടപ്പിച്ചു. 13,500 രൂപയാണെന്ന് പറഞ്ഞു. മേഡം, എഴുന്നേൽക്കേണ്ട കാര്യമില്ല, ഞാൻ തന്നെ പോയി അടയ്ക്കാമെന്ന് പറയുന്നു. പണം വാങ്ങിക്കൊണ്ടുപോയി ബില്ലടയ്ക്കുന്നു. ബാക്കി പണം കൊടുക്കുന്നു. മേഡം, ഈ കുടയുമായിട്ട് മുൻപോട്ട് പോവുക. കാറിൽ പോയി ഇരിക്കുക. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞാൻ തന്നെ എടുത്തുകൊണ്ട് വന്നുകൊള്ളാം. അവൻ സാധനങ്ങളെല്ലാം ചുമന്നുകൊണ്ടുപോയി കാറിൽ വെച്ചിട്ട് താങ്ക് യു പറഞ്ഞു. അവർ അതിശയിച്ചു പോയി. പിന്നീട് അതേ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു ഓർഡർ വരികയാണ്. ഏകദേശം 10 ലക്ഷം രൂപയുടെ ഓർഡർ ആയിരുന്നു. അതിലൊരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ സാധനങ്ങളെല്ലാം ഇന്ന ഫാക്ടറിയിലേക്ക് അയക്കണം. അതേപോലെ നിങ്ങളുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നതായ രമേശ് എന്നു പേരുള്ളതായ ആ വ്യക്തിയുടെ കയ്യിൽ മാത്രമേ ഇത് കൊടുത്തുവിടാവുള്ളൂ. അതുമാത്രമല്ല, ആ പയ്യനെ ഇനി മുതൽ ഞാൻ എന്റെ കമ്പനിയിൽ തന്നെ ജോലിക്ക് വേണ്ടി നിയമിക്കുകയാണ്. അവൻ ഇവിടെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സാധനങ്ങൾ കൊടുത്തുവിടുക, ഇല്ലെങ്കിൽ സാധനങ്ങൾ ആവശ്യമില്ല. 10 ലക്ഷം രൂപയുടെ ഓർഡർ ഈ പയ്യന് വേണ്ടി എന്തിനു നഷ്ടപ്പെടുത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രക്ക് വിളിക്കുകയും സാധനങ്ങളെല്ലാം ഓർഡർ അനുസരിച്ച് കയറ്റിയ പയ്യനെ കൂട്ടി അയക്കുകയും ചെയ്യുന്നു. അഡ്രസ്സ് തിരഞ്ഞു പോകുന്നു. കമ്പനി കണ്ടുപിടിക്കുന്നു. അതിനുശേഷം മേഡത്തിനെ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് മനസ്സിലായത് മേഡം ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. മേഡം, ഇനി സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞല്ലോ, ഞാനും കൂടെ വരണമെന്ന് പറഞ്ഞല്ലോ. അതേ മോനെ, എന്നെ മനസ്സിലായോ? മേഡം, ഞാൻ ഓർക്കുന്നു, ആ മഴയത്ത് അന്ന് വന്ന വ്യക്തിയല്ലേ? മേഡം, വീണ്ടും നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പറയൂ, ഏത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? ശരി മോനെ, അതിനാണല്ലോ ഞാൻ നിന്നെ വിളിപ്പിച്ചത്. നീ ചെയ്യേണ്ട ജോലി എന്താണെന്ന് ഞാൻ നിന്നോട് ഇപ്പോൾ പറയാം. നടന്ന് അടുത്ത ക്യാബിനിലേക്ക് ചെല്ലുന്നു. അവിടെ പേരെഴുതിയിരിക്കുന്നു: മിസ്റ്റർ രമേശ്, ജനറൽ മാനേജർ ഓഫ് ദ കമ്പനി. മേഡം, ഇവിടുത്തെ ജനറൽ മാനേജറിന്റെ പേരും എന്റെ പേര് പോലെ തന്നെയാണല്ലോ. അതങ്ങനെയല്ല മോനെ, ഇത് നീ തന്നെയാണ്. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? മോനെ, നീ അധ്വാനിക്കുന്ന വ്യക്തിയാണ്. സമയം വൃഥാവാക്കുന്നവനല്ല. കസ്റ്റമറിന്റെ വില അറിയാവുന്നവനാണ്. നിന്നിൽ അത്ഭുതകരമായ ഒരു മാനേജറിനെ എനിക്ക് കാണുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് നിന്നെ കമ്പനിയുടെ മാനേജറായിട്ട് ഞാൻ നിയമിക്കുകയാണ്. 1,50,000 രൂപയാണ് നിന്റെ ശമ്പളം. അവൻ സന്തോഷത്തോടെ വേഗം വീട്ടിലേക്ക് ഓടി. അമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. ചെറിയ ജോലിയാണെങ്കിലും വിശ്വസ്തയോടെ ചെയ്യുകയാണെങ്കിൽ ദൈവം കാണുകയും നിന്നെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുമെന്നും അന്ന് അമ്മ എന്നോട് പറയുവാനിടയായില്ലേ? അതുപോലെ തന്നെ സംഭവിച്ചു. ആ അമ്മ പറഞ്ഞു: മോനെ, ബൈബിളിൽ പറയുന്നുണ്ട്, നിനക്ക് ലഭിച്ചതായ പ്രവൃത്തികളെ നീ വിശ്വസ്തയോടുകൂടെ ചെയ്യുക എന്ന്. എങ്കിൽ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തുവാനിടയാകും. നീ പ്രതീക്ഷിച്ചത് സംഭവിക്കാതെ അപ്രതീക്ഷിതമായത് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ലഭിച്ചതായ ഉത്തരവാദിത്തങ്ങളെ ഉപേക്ഷയായിട്ട് കാണുകയാണെങ്കിൽ നീ തകർന്നു പോകുവാനിടയാകും. ഈ റീൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അനേകം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ കമന്റും ചെയ്യുക.